നമസ്കാരം. രാഷ്ട്രീയം അവസരങ്ങളുടെ കല എന്നാണ് നേതാക്കൾ തന്നെ അഭിപ്രായപ്പെടാറുള്ളത്. അവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരങ്ങൾ നിഷേധിക്കാനും കഴിവുള്ള കലാകാരന്മാർ തന്നെയാണ് അവർ. ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പുതിയ പേര് മുന്നോട്ട് വെച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അങ്ങനെയൊരു കലാപ്രവർത്തനമാണോ നടത്തുന്നത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ആകാതെ പോയ ദളിത് നേതാവായിരുന്നു ജഗ്ജീവൻ റാം. അദ്ദേഹത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു ദളിത് നേതാവിൻ്റെ പേര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇതുവരെയും വെറുതെ പോലും ആരും ഉന്നയിച്ചിട്ടില്ല. അവിടെയാണ് മമത കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയുടെ പേര് മുന്നോട്ട് വെച്ചത്. നരേന്ദ്രമോദിയുടെയും BJPയുടെയും ജാതി തന്ത്രങ്ങൾക്ക് തടയിടാൻ ഈ നീക്കത്തിലൂടെ സാധിക്കുമോ? കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെ എങ്കിലും പാർട്ടിയുടെ മുഖം രാഹുൽ ഗാന്ധി തന്നെയാണ്. ആ രാഹുലിനെ സൈഡ് ബെഞ്ചിൽ ഇരുത്തിയാണ് മമത ഖാർഗെയുടെ പേര് നിർദ്ദേശിച്ചത്. പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇല്ലെന്ന് നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. അതായത് അവസരം വന്നാൽ തള്ളിക്കളയാൻ അദ്ദേഹം തയ്യാറായേക്കില്ല എന്ന് തന്നെ. ആ സാധ്യതയ്ക്ക് കൂടിയാണോ മമത തടയിട്ടത്? രാഷ്ട്രീയ അനുഭവ സമ്പത്തേറെയുള്ള, ഒറ്റയ്ക്ക് പോരാടി വിജയിച്ച ചരിത്രമുള്ള മമതയുടെ കരുനീക്കങ്ങൾ കോൺഗ്രസിനെ പോലും അമ്പരിപ്പിച്ചിട്ടുണ്ടാകും. മോദിയെ തളയ്ക്കാൻ ഖാർഗെയോ എന്നാണ് ഇലക്ഷൻ ചാനൽ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കൂടിയായ ആർ കിരൺ ബാബുവാണ്. കിരൺ, സ്വാഗതം. നമ്മൾ ഇന്നലെ ഇലക്ഷൻ ചാനലിൽ പ്രധാനമായും ചർച്ച ചെയ്ത വിഷയം എന്നത് പാർലമെന്റിൽ നിന്ന് ലോക്സഭ, രാജ്യസഭ പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സസ്പെൻഷൻ നടപടികൾ തുടരുന്നതിനിടയിൽ നടക്കുന്ന ഇന്ത്യ മുന്നണിയുടെ യോഗം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതായത് ഈ 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ സ്കോർ ചെയ്യാനുള്ള ഒരു അവസരം കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും തെലങ്കാനയിലും മിസോറാമിലും. അവിടെ തെലങ്കാന മാത്രമാണ് കൈപിടിച്ചത്. അതൊരു പക്ഷേ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ നിന്ന് കൈപിടിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുമോ എന്ന സാധ്യതകളുണ്ടായിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ആശ്വാസകരവും അതേസമയം പ്രതിസന്ധിയും സൃഷ്ടിക്കുന്ന ഒരു നീക്കം മമത മുന്നോട്ട് വെച്ചിരിക്കുന്നു. മല്ലികാർജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കണം എന്നുള്ളതാണ് ആ നിർദ്ദേശം. അക്കാര്യം ഇന്നലെ വൈക്കോ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥിരീകരിച്ചു. ആരും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറയുമ്പോൾ ഇത് സ്ഥിരീകരിക്കാവുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. ആദ്യം ഖാർഗെയിലേക്ക് വരുമ്പോൾ ഖാർഗെ എന്ന സാധ്യതയെ നമുക്ക് എങ്ങനെ ചർച്ച ചെയ്യണം എന്നുണ്ട്. അതോടൊപ്പം തന്നെ മമതയുടെ കരുനീക്കവും പ്രധാനപ്പെട്ടതാണല്ലോ. അഭിലാഷ്, ഇതിനകത്ത് നമ്മൾ പറയുമ്പോഴും സ്ഥിരീകരിച്ചാണ് എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യ മുന്നണി അങ്ങനെ ഒരു തീരുമാനം യഥാർത്ഥത്തിൽ എടുത്തിട്ടില്ല. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇതൊരു ചർച്ചയാണ് നടന്നത്. പക്ഷേ ആ ചർച്ചയിൽ മമതാ ബാനർജി ഇങ്ങനെ ഒരു പേര് മുന്നോട്ട് വെക്കുന്നു. അതിനെ കെജ്രിവാളിനെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പിന്താങ്ങുന്നു. അവർ രണ്ടുപേരും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് കോൺഗ്രസ് കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാവാണ്. 2 സംസ്ഥാനത്ത് ഭരിക്കുന്ന ആളാണ് കെജ്രിവാൾ. പഞ്ചാബിലായാലും ഡൽഹിയിലായാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള 42 സീറ്റുള്ള ബംഗാളിലെ ഏറ്റവും കരുത്തയായ നേതാവാണ് മമതാ ബാനർജി. ആ പേരിനെ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ, നിതീഷ് കുമാർ അടക്കമുള്ള നേതാക്കളാരും തന്നെ എതിർക്കുന്നില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. മറ്റ് ഒരു നേതാവും എതിർക്കുന്നില്ല. ഫലത്തിൽ അങ്ങനെ ഒരു ചർച്ച അവിടെ വന്നു എന്നുള്ളതും ആ ചർച്ചയിൽ ഏതെങ്കിലും തീരുമാനമായിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ആശയം അവിടെയുണ്ട്. ആ ആശയം പുറത്ത് പറയാനതിന് തടസ്സമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വൈക്കോയെ പോലൊരു നേതാവ് അത് പുറത്ത് പറയുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇതൊരു സാധ്യതയാണ്. ഈ സാധ്യതയെ ഔദ്യോഗികമായി കോൺഗ്രസ് അംഗീകരിക്കുന്നോ പിന്നീട് അംഗീകരിക്കുമോ എന്നതൊക്കെ രണ്ടാമത്തെ ചോദ്യമാണ്. അത് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സുമായി ബന്ധപ്പെടുന്നതാണ്. പക്ഷേ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇപ്പോൾ മോദിക്ക് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു ദളിത് പ്രധാനമന്ത്രി എന്ന ഒരു ആംഗിളിലേക്ക് കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ ഇന്ത്യ മുന്നണിക്ക് ശക്തമായി തന്നെ നിന്നാൽ ശക്തമായി പൂർണ്ണമായും പിടിച്ചടക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ദക്ഷിണേന്ത്യയാണ്. ആ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരാൾ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള ഒരു ആംഗിൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ മുന്നിൽ നിർത്തിയാൽ
ഇനി മോദിയോട് മുട്ടാൻ രാഹുൽ ഗാന്ധിയെ പോലും രാഹുൽ ഗാന്ധിയുടെ നെഗറ്റീവ് മാർക്കുകൾ അത് കുടുംബാധിപത്യം ആണെന്നുള്ള നിരന്തരമായി ഉന്നയിക്കുന്ന ആരോപണം. അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തിയാൽ ഖാർഗെ വരുമ്പോൾ ഖാർഗെക്കെതിരെ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഖാർഗെ 81 വയസ്സുള്ള നേതാവാണെങ്കിൽ പോലും ഈ ദീർഘമായ രാഷ്ട്രീയം 9 തവണ എം.എൽ.എ ആവുകയും തുടർച്ചയായി മന്ത്രിയാവുകയും 2 തവണ ലോക്സഭയിലെത്തുകയും 2 സഭകളിലെയും പ്രധാന നേതാവാവുകയും ഒക്കെ ചെയ്ത ആളാണ്. പക്ഷേ ആ ഖാർഗെക്ക് ഇതെതിരെ ഇതുവരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഖാർഗെ ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ്, മുതിർന്ന നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്, അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിന് ഒരുപാട് പരിമിതികൾ BJPയെ സംബന്ധിച്ചായാലുമുണ്ട്. അങ്ങനെ BJPയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയാണോ നല്ല എതിരാളി അല്ല ഖാർഗെയാണോ എതിരാളി ചോദിക്കുമ്പോൾ മമത അവിടെ കണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം BJP വേഴ്സസ് കോൺഗ്രസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മത്സരം. അവിടെ കോൺഗ്രസും BJPയും തമ്മിൽ 150 മുതൽ 200 സീറ്റുകൾ വരെ നിശ്ചയിക്കുന്നത് ഈ 2 പാർട്ടികളിൽ ആര് ജയിക്കുന്നു, ഇവർ 2 പേർ നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ ആര് ജയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അവിടെ കോൺഗ്രസിൻ്റെ ജയം ഉറപ്പിക്കേണ്ടത് കൂടി, അങ്ങനെ ഒരു ആവശ്യം കൂടി ഇന്ത്യ മുന്നണിക്കുണ്ട്. ഇതെല്ലാം കൂടി കണ്ടുകൊണ്ടാവാം. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള നിരീക്ഷണം വെട്ടാനാണോ എന്നുള്ള വിഷയമൊക്കെ നമുക്ക് പ്രത്യേകമായി തന്നെ ചർച്ച ചെയ്യാം. അവിടെ ഉന്നയിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കോൺഗ്രസിനെ സംബന്ധിച്ചാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചാലും ഖാർഗെയാണ്. ഇന്ത്യയിലെ ഏകദേശം 20-30% അതിന്റെ കണക്കുകൾ കൃത്യമായി തന്നെ നമുക്ക് ഓരോ സംസ്ഥാനത്തിൽ എടുത്തു തന്നെ പോകാം. 20-30% വരുന്ന ദളിത് വോട്ടുകൾ, ഏകദേശം 40-50% വരുന്ന OBC വോട്ടുകൾ, ഇതിനെല്ലാം കൂടെ സ്വാധീനിക്കാൻ കഴിയുന്ന, ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഇതുവരെയും ഒരു ദളിതനെ മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല. 30% വരുന്ന ദളിത് വിഭാഗത്തിന് ഒരിക്കൽ പ്രധാനമന്ത്രിയാക്കിയിട്ടില്ല. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഞങ്ങൾ ഒരാളെ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ മാറ്റം, ഇതെല്ലാം കൂടി കണ്ടുകൊണ്ടാവണം ഇങ്ങനെ ഒരു നിർദ്ദേശം പോസിറ്റീവ് അർത്ഥത്തിലേക്ക് വന്നാൽ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ പ്ലസ് വശങ്ങൾ എന്തെല്ലാം വരുന്നത്, ഇതോടൊപ്പം തന്നെ നെഗറ്റീവ് വശങ്ങളും നിരവധിയുണ്ട്. അതെല്ലാം നമുക്ക് പ്രത്യേകമായി തന്നെ ചർച്ച ചെയ്യാം. തീർച്ചയായും അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം കൂടി പ്രസക്തമാകുന്നത്. അതായത് വൈക്കോയുടെ പ്രതികരണം വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ആരാഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വളരെ പക്വതയെത്തിയ ഒരു നേതാവിനെ പോലെ തന്നെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ പ്രധാനമന്ത്രി എന്ന നിലയിലേക്ക് ഉയർത്തിക്കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളോ ഒന്നും തന്നെ അദ്ദേഹം നടത്തിയില്ല. മറിച്ച് ഇത് 28 പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. അവിടെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടും. BJPയാണ് മറുപക്ഷത്ത്. BJPയെ പരാജയപ്പെടുത്തുക എന്നതാണ് പ്രധാന അജണ്ട എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. തീർച്ചയായും കിരൺ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മമതാ ബാനർജി മുന്നിൽ കാണുന്ന ലക്ഷ്യം എന്ത് എന്നതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ രാഷ്ട്രീയ അനുഭവ സമ്പത്ത് എന്നതിനെ നമുക്ക് ചെറുതായി കാണാൻ സാധിക്കില്ല. കാരണം വൈക്കോയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുന്നു. ആ പ്രതികരണം എന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായ ഒരു വിഷയമാണ്. പക്ഷേ ആ പേരുയർന്നു വന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയെ കുറിച്ചാണ്. താങ്കൾ ഒരുക്കമാണോ എന്ന് ചോദിച്ചാൽ ഒരുക്കമാണ് എന്ന് പോലും പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അത് 28 മുന്നണികളെ ഒരുമിപ്പിച്ച് നിർത്തുമ്പോൾ ഇത്തരം ചില നീക്കങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചില പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അഭിലാഷ്, നമ്മൾ പുറമേക്ക് കാണുന്ന ഒരു നറേറ്റീവിന് അപ്പുറത്തേക്ക് ഒരു തട്ടത്തിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ ഇതിപ്പോൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും മമതയുടെ നിർദ്ദേശം പോസിറ്റീവായ വശങ്ങളിൽ നിന്ന് മാത്രം നോക്കി എല്ലാ നന്മ നോക്കി ആവണം എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട വശമുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP 3 സംസ്ഥാനങ്ങളിലേക്ക് മുഖ്യമന്ത്രിമാരെയും ഉപമുഖ്യമന്ത്രിമാരെയും തീരുമാനിച്ചെല്ലാം നമ്മൾ കണ്ടു. ഛത്തീസ്ഗഡിൽ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നു. ഒപ്പം പിന്നാക്ക OBC വിഭാഗത്തിൽ നിന്ന് സാഹുവിനെ അവിടെ ഉപമുഖ്യമന്ത്രിയാക്കുന്നു. ഒപ്പം ബ്രാഹ്മൺ വിഭാഗത്തിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നു. അവിടെ നേരെ മറിച്ച് മധ്യപ്രദേശിലേക്ക് ചെല്ലുമ്പോൾ അവിടെ OBCയിൽ നിന്ന്, അത് പ്രത്യേകിച്ച് ഒരു യാദവിനെ തന്നെയാണ്, മോഹൻ യാദവിനെയാണ് മുഖ്യമന്ത്രിയാക്കുന്നത്. മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കുക എന്ന് പറയുമ്പോൾ അവരൊരു OBC പൊളിറ്റിക്സ്, അതിനപ്പുറത്തേക്ക് BJP കടന്നു കളിക്കുന്നു. എന്നാൽ UPയെ സംബന്ധിച്ച് UPയിലെ യാദവരുടെ നിർണായകമായ വോട്ട് ബാങ്കുള്ള സ്ഥലമാണ്. ബീഹാറിൽ യാദവ നിർണായക വോട്ട് ബാങ്കുള്ള സ്ഥലമാണ്. UPയിൽ അങ്ങനെ ഒരു യാദവൻ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് യാദവർക്കെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും SPD ഒപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ കുറച്ചുപേർ കോൺഗ്രസിനൊപ്പം നിൽക്കുകയൊക്കെ ചെയ്യണം. BJPയിലേക്ക് അങ്ങനെ ഒരു യാദവ വോട്ട് ബാങ്ക് വരുന്നില്ല. അവിടെ യഥാർത്ഥത്തിൽ മധ്യപ്രദേശിൽ ഒരു യാദവ OBC മുഖ്യമന്ത്രി വരുന്നതോടുകൂടി ഒരേ സമയം UPയെയും ബീഹാറിനെയും മധ്യപ്രദേശിനെയും കൂടി അഡ്രസ് ചെയ്യാൻ BJP കഴിയുന്നു. അവിടെയും ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന്, SC വിഭാഗത്തിൽ നിന്ന് ഒരാളെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കും അപ്പർ കാസ്റ്റിൽ നിന്ന് ബ്രാഹ്മൺ വിഭാഗത്തിൽ നിന്ന് ഒരാളെ
ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കും വെക്കുന്നു. മറിച്ച് രാജസ്ഥാനിൽ വന്നപ്പോൾ രാജസ്ഥാനിൽ ഒരു ബ്രാഹ്മണനെ തന്നെ, അത് ഫസ്റ്റ് തവണ MLA ആയിട്ടിരിക്കുന്ന ഒരാളാണെന്ന് ആലോചിക്കണം, അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കുന്നു. ഒപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് SC വിഭാഗത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നു, ഒരു ഉപമുഖ്യമന്ത്രിയായി അവിടുത്തെ രാജവംശത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നു. അങ്ങനെ കൃത്യമായ ഒരു പൊളിറ്റിക്സ്, ആ ഭാഗത്ത് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിന് ഇപ്പോൾ മെജോറിറ്റി ഉണ്ടെയും ആ പൊളിറ്റിക്സിനാണ് ഇപ്പോൾ വിജയം നേടുകയും കഴിയുന്നത്. അവിടെ ദളിത് വിഭാഗങ്ങൾ, നമ്മൾ മധ്യപ്രദേശ് പരിശോധിച്ചപ്പോഴും എല്ലാം വിശദമായി തന്നെ പറഞ്ഞാണ്, ദളിത് വിഭാഗങ്ങളുടെ ഒരു വലിയ വോട്ട് ബാങ്ക് ഇത്തവണ ദളിത് ഡോമിനേറ്റഡ് സ്ഥലങ്ങളിലൊക്കെയും വിജയം അനുകൂലമായത് BJPക്കാണ്. ഇത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന സ്ഥലങ്ങളാണ്. അവിടേക്കാണ് ഒരു ദളിത് മുഖത്തെ, അല്ലെങ്കിൽ ഈ ദളിതുകൾ വിഭാഗത്തിൽ വരുന്നവർക്ക് ഈ ഹിന്ദുത്വ അജണ്ടയിലേക്കല്ല നിങ്ങൾ പോകേണ്ടത്, അതിനപ്പുറത്തെ ഒരു അജണ്ട ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന ആളുടെ പേഴ്സണൽ, അയാളുടെ വ്യക്തി ജീവിതം കൂടി ഒരു വലിയ സ്റ്റോറിയായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ്. അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒന്നുകൂടിയാണ്. 7-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അമ്മയെയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെയും നഷ്ടപ്പെട്ടതാണ്. അദ്ദേഹം അത് ഒരു കലാപത്തിലാണ്, ഹൈദരാബാദിലെ അറിയാം, ഹൈദരാബാദ് നിസാം അവിടെ ഇന്ത്യൻ യൂണിയനുമായി ചേരാൻ കഴിഞ്ഞില്ല. 1948 അങ്ങനെ ഹൈദരാബാദ് നിസാമിൻ്റെ പ്രൈവറ്റ് സേനയാണ് റസാക്കേഴ്സ്. ഈ റസാക്കേഴ്സ് ആയിരുന്ന അവിടുത്തെ വളരെ മുൻകൂട്ടി തന്നെ ഈ ഇന്ത്യൻ സേനയ്ക്കെതിരെ ഓപ്പറേഷൻ പോളോ ഒക്കെ മേജർ ജനറൽ ഖണ്ടൂരിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അവരെ ശക്തമായി എതിർത്തത് ഈ റസാക്കേഴ്സാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ അവിടെ വലിയ തെലങ്കാന സമരവും വിപ്ലവവും ഒക്കെ കർഷകരുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അവരെ മാരകമായ രീതിയിൽ അടിച്ചമർത്തിയത് ഈ റസാക്കേഴ്സാണ്. ഈ റസാക്കേഴ്സിൻ്റെ ആക്രമണത്തിൽ അവിടുത്തെ ഒരു ഹൈദരാബാദിൻ്റെ മജ്ലിസ് ഇസ്തിഹാദുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന സംഘടനയുടെ ബഹാദൂർ യാർ ജുങ് ആണ് ഈ ഇത് സ്ഥാപിച്ചത്. അവസാനം അവരെ കീഴ്പ്പെടുത്തിയ ശേഷമാണ്, അവരെ പരാജയപ്പെടുത്തിയിട്ടാണ്, ഈ ഓപ്പറേഷൻ പോളോയിലൂടെ പരാജയപ്പെടുത്തി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സേന പരാജയപ്പെടുത്തിയ ശേഷമാണ് അവിടെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതും പിന്നീട് ഇദ്ദേഹത്തെ, അവരുടെ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ ആദ്യം തടവിലിടുകയും പിന്നീട് അദ്ദേഹത്തെ പാകിസ്ഥാനിലേക്ക് പോകാൻ അവസരം കൊടുക്കുകയും ചെയ്തത്. അങ്ങനെ ആ ഒരു മുസ്ലിം സേനയുടെ ആക്രമണത്തിൽ അവർ തീവച്ച് കൊന്നതാണ് ഈ ഖർഗെയുടെ അമ്മയെ. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെ അങ്ങനെ തീവച്ച് കൊന്നതാണ്. അതിനുശേഷം അദ്ദേഹവും അച്ഛനുമായി അവിടെ നിന്ന് പലായനം ചെയ്യുകയായിരുന്നു. അവിടെ നിന്ന് പോയി പലായനം ചെയ്തിട്ടാണ് ഗുൽമാർഗിൽ വന്ന് ജീവിതമൊക്കെ കെട്ടിപ്പടുത്തത്. പക്ഷേ അങ്ങനെ മുസ്ലിം സേനയുടെ ഭാഗത്ത് നിന്ന് അന്ന് അവിടുത്തെ ഹിന്ദു മുസ്ലിം ഫൈറ്റ്, മുസ്ലിം റൂളിന് വേണ്ടിയൊക്കെ നിന്ന റസാക്കേഴ്സാണ്. ആ റസാക്കേഴ്സിൻ്റെ ഒരു മാരകമായ ഒരു വ്യക്തിജീവിതത്തെ സംബന്ധിച്ച് ഒരാളെ ജീവിതത്തിൽ കടുത്ത മുസ്ലിം വിരോധിയാക്കി മാറ്റാനൊക്കെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം തുടങ്ങിയത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ, തൊഴിലാളി പ്രസ്ഥാനങ്ങളും അദ്ദേഹം തുടങ്ങിയത് ഒരു മതേതര രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. അങ്ങനെ ഒരു വലിയ പാരമ്പര്യമുള്ള നേതാവ്, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയും വലിയ നേതാവായി നിൽക്കുമ്പോഴും അങ്ങനെ വ്യാപകമായി ഈ ഒരു കഥ പറയുകയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുകയൊന്നും കോൺഗ്രസ് ചെയ്യാത്ത ഒരു പശ്ചാത്തലം കൂടിയുള്ള മനുഷ്യരാണ് ഇദ്ദേഹം. അതോടൊപ്പം തന്നെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, അതോടൊപ്പം തന്നെ അംബേദ്കറിസ്റ്റ് ആശയങ്ങൾ. അപ്പോൾ ഈ രണ്ട് ആശയങ്ങളെ ഒരേ സമയത്തേക്ക്, ഇതെല്ലാം നമ്മൾ പറയുന്നത് ഒരു ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന സാധ്യതകളാണ്. ഇതിനെ കോൺഗ്രസിനെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളെല്ലാം കയ്യിൽ ആയുധങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് കോൺഗ്രസ് പലപ്പോഴും പരാജയപ്പെടുന്നത്. പക്ഷേ ഇതിനെ ഫലപ്രദമായ രീതിയിലേക്ക് കോൺഗ്രസിന് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞാൽ ദളിത് വിഭാഗത്തിനിടയിൽ അല്ലെങ്കിൽ OBC വിഭാഗത്തിനിടയിൽ BJP അല്ലെങ്കിൽ RSS മുന്നോട്ട് വെക്കുന്ന ഒരു ഗ്രാൻഡ് ഹിന്ദുത്വ നറേറ്റീവിനെ ഫലപ്രദമായി ചെറുക്കാനുള്ള സ്റ്റോറിയുള്ള ഒരാളാണ് ഈ ഖാർഗെ എന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്ലസ് പോയിന്റ് കൂടിയാണ്. ഒപ്പം തന്നെ ഈ മറ്റു നേതാക്കൾക്ക്, ഇപ്പോൾ കെജ്രിവാളിനായാലും മമതയ്ക്കായാലും ഒക്കെ രാഹുൽ ഗാന്ധിയോട് ചേരുന്നതിനുള്ള പ്രയാസം ഖർഗെ പോലെ 81 വയസ്സുള്ള ഒരു മുതിർന്ന നേതാവിനോട് ചേരുന്നതിന് പ്രയാസങ്ങളില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും കന്നഡയായാലും തെലുങ്കായാലും അങ്ങനെ ഇന്ത്യയിൽ ഒരു 7-8 ഭാഷകൾ അനായാസം സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് ഖർഗെ. ഈവൻ മലയാളം അടക്കം പറഞ്ഞാൽ മനസ്സിലാവുന്നത് നമുക്കറിയാം. ഖർഗെ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ സഹമന്ത്രിയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. ആ സമയത്തടക്കം കേരളത്തിൽ നിന്ന് വരുന്നവരുമായി അത്യാവശ്യം മലയാളം പറഞ്ഞാൽ കൂടി തിരിച്ചറിയാൻ കഴിയുന്ന 7 ഭാഷകളൊക്കെ സംസാരിക്കാൻ കഴിയുന്ന അത്രയും ഒരു പാൻ ഇന്ത്യൻ നേതാവായി നിൽക്കാൻ ശേഷിയുള്ള ഒരാളാണ്. പക്ഷെ ആ ശേഷി എത്രത്തോളം കോൺഗ്രസിന് പുറത്തെടുക്കാൻ കഴിയും, അതിനെ പൊതുവെ എനിക്ക് തോന്നുന്നു ഈ ഉത്തരേന്ത്യയുടെ അല്ലെങ്കിൽ ഒരു ഹിന്ദി ഹൃദയ ഭൂമിയിൽ നിന്നാണല്ലോ അധികവും ദേശീയ നേതാക്കൾ ഉയർന്നു വരാറുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നത് പ്രതീക്ഷിക്കപ്പെട്ട ഒരു പേരായിരുന്നില്ല. അവിടെ അശോക് ഗെഹ്ലോട്ടിന്റെ പേരാണ് അധികവും ചർച്ച ചെയ്യപ്പെട്ടത്. അങ്ങനെ തന്നെയായിരുന്നു ഒരു പരിധിവരെ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ കമൽനാഥിനെയോ ഗെഹ്ലോട്ടിനെ പോലെയൊക്കെ ദേശീയ തലത്തിൽ ശോഭിച്ചു നിൽക്കുമ്പോൾ പോലും ഈ ഒരു പ്രശ്നം കൂടി, അതായത് ഈ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്നൊക്കെയുള്ള വിഷയം, അത് എന്തൊക്കെ പറഞ്ഞാലും അത് രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ടല്ലോ. ഇപ്പോൾ YSRനോട് തന്നെ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം നമുക്കറിയാം. അങ്ങനെ
ആ ഒരു പശ്ചാത്തലം കൂടി ആയിരിക്കുമോ ഖാർഗെയെ ഒരല്പം പിന്നിലേക്ക് നിർത്തിയത്? അഭിലാഷ്, യഥാർത്ഥത്തിൽ ഖാർഗെ പോലൊരു നേതാവ് അപ്രതീക്ഷിതമായിട്ടാണ് ലോക്സഭയിലായാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നതും രാജ്യസഭയിലൊക്കെ വരുന്നതിന്റെ തുടർച്ചയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ലോക്സഭയിലേക്ക് വരാനുള്ള കാരണം 2014 ഉണ്ടായ കോൺഗ്രസിന്റെ മാരകമായ തോൽവി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരമൊരു തോൽവിയെ തുടർന്നാണ് ഖാർഗെ പോലൊരു നേതാവ് വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹത്തെ 3 തവണയെങ്കിലും അദ്ദേഹം കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തേണ്ട ഒരാളായിരുന്നു. അന്നെല്ലാം അദ്ദേഹത്തിന്റെ പേര് സജീവമായി പരിഗണിക്കുകയും ആദ്യം എസ് എം കൃഷ്ണയ്ക്ക് വേണ്ടിയും അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്തു, രണ്ടാമത് ധരംസിംഗിന് വേണ്ടിയും സിദ്ധരാമയ്യക്ക് വേണ്ടിയും, ഈ 3 മുഖ്യമന്ത്രിമാർക്ക് വേണ്ടിയും തന്റെ മുഖ്യമന്ത്രി ക്ലെയിം മാറ്റിവെച്ച ആളാണ്. 7 തവണ അവിടെ മന്ത്രിയായ ആളാണെന്ന് ആലോചിക്കണം. ഒരു പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. 9 തവണ തുടർച്ചയായി MLA ആയ ആളാണ്. 2 തവണ MP ആവും. അവസാന തവണയാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ഒറ്റ തവണ മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലാണ് BJP സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത്. അങ്ങനെ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പല നേതാക്കളും, പ്രധാനപ്പെട്ട നേതാക്കളടക്കം പാർട്ടി മാറുകയും ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രധാന നേതാക്കൾ ഈ വിശ്വസ്തതയൊക്കെ വിട്ട് അതുവരെ ഗാന്ധി കുടുംബത്തോട് സ്നേഹം നടിച്ചിരുന്ന, അല്ലെങ്കിൽ അവരുടെ ലോയസ്റ്റിലായി നിന്നിരുന്ന പ്രധാനപ്പെട്ട പലരും വിട്ടുമാറിയ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു നേതാവിന്, അടിയുറച്ചു നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിന്, ഒരു ദളിത് നേതാവ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായി വരിക. അങ്ങനെ അദ്ദേഹം ലോക്സഭയിലേക്ക് ആ തരത്തിലാണ് അദ്ദേഹത്തെ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നത്. അതിനു മുമ്പ് അങ്ങനെ പ്രധാനപ്പെട്ട, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗെലോട്ടിനെ പോലെ പരിഗണിക്കപ്പെട്ട ഒരു നേതാവല്ല, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് പരിഗണിക്കപ്പെട്ട ഒരു നേതാവല്ല. പക്ഷേ അവിടെ അദ്ദേഹത്തിന് ഒന്ന് ഉറപ്പ് കോൺഗ്രസ്സുകാർക്കുള്ളത്, അദ്ദേഹം എപ്പോഴും ഏത് തിരിച്ചടിയിലും കോൺഗ്രസിന് വേണ്ടി ഹൈക്കമാൻഡോട് വിലപേശാൻ നിൽക്കില്ല. അദ്ദേഹം ഇന്നലെ പോലും അദ്ദേഹം പറയുന്നത് വളരെ പക്വമായ ആൻസറാണ്, അല്ലെങ്കിൽ ഒരു വിദൂര സൂചന പോലും അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ നൽകുന്നില്ല. എനിക്ക് പ്രധാനമന്ത്രി ആയാൽ ഞാനും വേണമെങ്കിൽ അത് അന്നേരമല്ലേ, നമുക്ക് അന്നേരം ആയിക്കോളാം, മുന്നണി വിജയിക്കട്ടെ, അതിനുശേഷം പ്രധാനമന്ത്രി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന് ആ ഒരു മാന്യത എപ്പോഴും ഭാഷയിലും എല്ലാ തരത്തിലും പുലർത്താനുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ 81 വയസ്സുള്ള ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ, വേണ്ട ഒരു 10-30 വർഷം രാഷ്ട്രീയത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളെ എടുത്താൽ അഴിമതി ആരോപണം ഒന്നുപോലും ഉന്നയിക്കാനില്ലാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയ കലാപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ, അങ്ങനത്തെ ഒരു ആരോപണവും ഉന്നയിക്കാൻ ഇല്ലാത്ത ഒരു നേതാവാണ് എന്നത് ഖാർഗെയെ സംബന്ധിച്ച് വലിയ പ്ലസ് ആണ്. പക്ഷേ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളിൽ, കോൺഗ്രസ് നേതാക്കളിൽ തന്നെ അതൊരു വലിയ പ്ലസ് ആണ്. എപ്പോഴും പിന്നെ കോൺഗ്രസിന്റെ ഈ ഗാന്ധി കുടുംബത്തോടുള്ള, അല്ലെങ്കിൽ അവരുടെ ലോയൽസ്റ്റായി നിൽക്കുന്നു, അല്ലെങ്കിൽ ആ കാര്യത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കില്ല. ഒരിക്കലും എനിക്കൊരു സ്ഥാനം കിട്ടിയില്ല എന്നതിന് പേരിൽ പ്രതിസന്ധിയിൽ ആക്കാത്തൊരു നേതാവ് കൂടിയാണ്. പറയുന്നത് പോലെ മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറയുന്നത്, ഖാർഗെയെ സംബന്ധിച്ച് ഖാർഗെ അങ്ങനെ മുഖ്യമന്ത്രി ആയിട്ടില്ല. ഖാർഗെയെ സംബന്ധിച്ച് ഖാർഗെ ഒരു മാസ് ലീഡർ എന്ന് പറയാൻ കഴിയുന്ന, ഒരു ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ആകർഷിക്കാൻ കഴിയുന്ന അങ്ങനത്തെ ഒരു ക്രൗഡ് പുള്ളറായ ഒരു നേതാവല്ല. മോദിയെ പോലെ, മോദിക്ക് ഉരുളയ്ക്കുപ്പഴ മറുപടി പറയാൻ കഴിയുന്ന ഒരു നേതാവല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തരം ചില സാധ്യതകളാണ് ഉള്ളത്. ഈ സാധ്യതകളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ആത്യന്തികമായി കോൺഗ്രസ് പാർട്ടിയുടെ സാധ്യതയെ മാത്രം, അല്ലെങ്കിൽ അവരെങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നുള്ളത് ആ പാർട്ടിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന വിഷയം കൂടിയാണ്. തീർച്ചയായും 28 പാർട്ടികൾ അടക്കം ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അമരത്ത് ആര് നിൽക്കും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിവുറ്റ ഒരു നേതാവ് ഉണ്ടാവുക എന്നതാണ് മല്ലികാർജുൻ ഖാർഗെയിലൂടെ. ആ സാധ്യത ഒരു പക്ഷേ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തി കാണിക്കാൻ പറ്റുന്നുണ്ട്. ഹിന്ദി ഹൃദയ ഭൂമിക്ക് പുറത്തുനിന്ന് എന്ന് പറയാവുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ വളരെ നന്നായി ഭാഷ കൈകാര്യം ചെയ്യുന്ന, പാർലമെന്റിലടക്കം അദ്ദേഹം ഹിന്ദിയിലടക്കം സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടതുണ്ട്, ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് പ്രധാനമന്ത്രി പോലെയുള്ള പദവികളിലേക്കൊക്കെ എത്തുമ്പോൾ ഭാഷ എന്നത് പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിന്നടക്കം കേന്ദ്രമന്ത്രിമാരായവർക്ക് ആ ഭാഷ സ്വാധീനം അല്ലെങ്കിൽ ഒക്കെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചിരുന്നു എന്നത് സംശയകരമായ ഒന്നുകൂടിയാണ്. എന്തായാലും ഇതാണ് മല്ലികാർജുൻ ഖാർഗെ എന്ന നേതാവിന് മുന്നിൽ നിർത്തുമ്പോൾ പ്രയോജനപ്പെടുത്തേണ്ട സാധ്യതകൾ എന്നുള്ളതാണ് ഇലക്ഷൻ ചാനൽ പറഞ്ഞു വെക്കുന്നത്. എങ്കിൽ ഈ ഒരു പ്രയോജനം മാത്രമാണോ മമതാ ബാനർജി ഈ പേര് നിർദ്ദേശിക്കുമ്പോൾ മുന്നിൽ കണ്ടിട്ടുള്ളത്? അതാണ് നമുക്ക് വീണ്ടും പരിശോധിക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് മമതയെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിൽ ഒരു പേര് മുന്നോട്ട് വെക്കുന്നു, അതിലൂടെ ഉന്നം വയ്ക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ, അത് രാഹുലും നിതീഷുമാണ്. അതിൽ തന്നെ കിരൺ, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ ഞങ്ങളുടെ അധ്വാനത്തിലൂടെ അങ്ങനെ രാഹുൽ പ്രധാനമന്ത്രിയാകേണ്ട, അല്ലെങ്കിൽ ഒരു ഇമേജ് ബിൽഡ് ചെയ്യേണ്ട എന്ന് മമത കരുതുന്നുണ്ടോ? നമുക്ക് എന്തായാലും അഭിലാഷ്, നമ്മൾ ഒരു അങ്ങനെ മമതയുടെ തന്ത്രം എന്നത് വിട്ടിട്ട് പോസിറ്റീവായിട്ട് ആലോചിച്ചാൽ
കോൺഗ്രസ് പ്രധാനപ്പെട്ട പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നേതാവ് തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാൾ വരുമ്പോൾ, ഇപ്പോൾ യു പിയിലൊക്കെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ യു പിയിലെ ഒരു സീറ്റും കിട്ടാതിരിക്കുമ്പോഴും ദയനീയമായി പരാജയപ്പെടുമ്പോഴും മായാവതിക്കൊക്കെ ഇപ്പോഴും അവിടെ 18 മുതൽ 20% വരെ വോട്ട് മായാവതിയുടെ സ്വന്തം ആയിട്ടുണ്ട്. അതിപ്പോഴും മായാവതിക്ക് തന്നെ ലഭിക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി മായാവതി അങ്ങനെ സജീവ രാഷ്ട്രീയത്തിൽ എത്രത്തോളം ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മായാവതി നിൽക്കുകയാണ്. മായാവതിക്ക് ആ പഴയ സ്വാധീനമൊന്നുമില്ല. ആ ദളിത് വിഭാഗത്തിലേക്ക് വോട്ട് സ്വാഭാവികമായും BJPയിലേക്ക് പിടിക്കാൻ BJP വലിയ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും മായാവതിക്ക് മറ്റുള്ളവരുടെ വോട്ടൊക്കെ BJP പിടിക്കുമ്പോഴും ദളിത് വിഭാഗത്തിൻ്റെ വോട്ട് പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്. ഇത് ഒരു ദളിത് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോൺഗ്രസിന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. മായാവതിയെ സംബന്ധിച്ച് ഇവരുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതല്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസിന് ഒരു 10, 150 അല്ലെങ്കിൽ അതിന് മേളിൽ സീറ്റ് കിട്ടാൻ 150 സീറ്റെങ്കിലും അവർക്ക് കിട്ടിയാൽ മാത്രമേ ഇങ്ങനെ ഒരു വിദൂരമായ സാധ്യത സാധ്യമാക്കാൻ കഴിയൂ. ഇവരെല്ലാവരും കൂടി ചേർന്നുള്ളത് സാധ്യമാക്കണമെങ്കിൽ കോൺഗ്രസിന് 150 സീറ്റെങ്കിലും കിട്ടേണ്ട അവസ്ഥയുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോൾ പോസിറ്റീവായിട്ട് അതുകൊണ്ട് പറഞ്ഞാണ് ഇനി വേറെ നിതീഷ് കുമാറും മറ്റേ ആളുകൾക്ക് തർക്കം വേണ്ട എന്ന് പറഞ്ഞാന്ന്. പക്ഷേ മമതാ ബാനർജി ആയതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല. മമതയെ സംബന്ധിച്ച് രാഷ്ട്രീയ അതിൻ്റെ ടാക്ടിക്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ മമതയ്ക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നാമത്തെ ഉന്നം രാഹുൽ ഗാന്ധി തന്നെയാവും. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ മമതാ ബാനർജിയുമായിക്ക് ഏതെങ്കിലും തരത്തിൽ ആ തരത്തിൽ യോജിക്കാൻ കഴിയുന്നോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളതായ ഒരു നേതാവല്ല. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന ശൈലിയോടക്കം പലപ്പോഴും മമതാ ബാനർജിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. അതുകൊണ്ട് മമതാ ബാനർജി രാഹുൽ വേണ്ട എന്നുള്ളൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് മമതാ ബാനർജി ഡൽഹിയിലെത്തി ശരത് പവാർ ഉൾപ്പെടെയുള്ള പല നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇവരെയൊക്കെ രാഹുൽ ഗാന്ധി അടക്കം മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതെ, മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എതിർപ്പ് രാഹുൽ ഗാന്ധിയുടെ നേരത്തെ തന്നെ ഉണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ മനഃപൂർവ്വം വെട്ടാൻ വേണ്ടി അതിനുവേണ്ടി വെക്കാവുന്ന ഒരു പേര് അവിടെ പ്ലസ്സും ആണ്. ഒരേ സമയം ഇന്ത്യ മുന്നണിക്ക് പ്ലസ്സും ആണ്. രാഹുൽ ഗാന്ധിയെ വെട്ടുകയും ചെയ്യാം എന്നുള്ള ഒരു അജണ്ട ചിലപ്പോൾ ഉണ്ടാവാം. മറ്റൊന്ന് നിതീഷ് കുമാറിൻ്റെതാണ്. പക്ഷേ നിതീഷ് കുമാറിന് ഈ പറയുന്നത് പോലെ നിതീഷ് കുമാറിന് ബീഹാറിൽ നിന്ന് എത്ര സീറ്റ് കിട്ടാൻ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനം തന്നെയാണ്. എങ്ങനെയാണോ നമ്മൾ ഈ ചർച്ചയൊക്കെ തുടങ്ങിയ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശരത് പവാറിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കൊന്നൊക്കെ മാറി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്, പവാറിന് സ്വാഭാവികമായും 5 10 സീറ്റ് മേടിക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലേക്ക് പാർട്ടി ദുർബലമായപ്പോൾ സ്വാഭാവികമായും ഒഴിയേണ്ട ഒരു അവസ്ഥ വന്നു. നിതീഷ് കുമാറിനെ സംബന്ധിച്ചാലും ബീഹാറിനെ സംബന്ധിച്ച് നിതീഷ് കുമാറും കോൺഗ്രസും RJDയും എല്ലാം കൂടെ ചേർന്ന് വേണം ഈ 40 സീറ്റ് വീതിച്ചെടുക്കാൻ. അവിടെ വലിയ വിജയം നേടിയാലും BJPക്ക് ഒക്കെ സ്വാധീനമുള്ള സ്ഥലമാണ്. വലിയ വിജയം നേടിയാലും നിതീഷിന് അത് കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്. നിതീഷിന്റെ പ്രായത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ചില ശാഠ്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നതുകൊണ്ട് മറ്റു നേതാക്കൾക്കുള്ള എതിർപ്പുകളൊക്കെ പലരും പുറത്ത് പരസ്യമായി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും നിതീഷിന് ഇതെല്ലാം ആഗ്രഹമുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തെ വെട്ടുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി മമതയ്ക്കുണ്ടാകാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ മമത ബംഗാളിന്റെ ഒരു രാഷ്ട്രീയത്തിൽ നോക്കിയാൽ അത് പ്രധാനം തന്നെയാണ്, നമുക്ക് തള്ളിക്കളയാനാവില്ല. മമത ബംഗാൾ കണ്ടത് ചിലപ്പോൾ CPMനെ ഒരു പണി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി കാണാൻ സാധ്യതയുണ്ട്. ബംഗാളിൽ മമത പരസ്യമായി തന്നെ ഒരു ഓഫർ മുന്നോട്ട് വെച്ചു. നിങ്ങൾ കോൺഗ്രസ്സുകാരും CPMകാരും എല്ലാം യോജിച്ചു നിൽക്കൂ, നമുക്ക് യോജിച്ച് നിന്ന് BJPയെ നേരിടാം, ഞാൻ തയ്യാറാണ് നിങ്ങളുമായി യോജിക്കാൻ. ഇതുവരെയുള്ള ശത്രുതയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആത്യന്തികമായി മമത അവിടെ പരാജയപ്പെടുത്തിയത് CPMനാണ്. മമതയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ എതിരാളികൾ എന്ന് പറയുന്നതും CPM തന്നെയാണ്. CPM വിരോധത്തിൽ നിന്നാണ് മമത ഉദിച്ചുയർന്നതും അധികാരം പിടിച്ചതും ഇപ്പോൾ തുടർച്ചയായി അധികാരം നിലനിർത്തുന്നതുമെല്ലാം. ആ CPMനോട് മമത പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ വരൂ. അത് CPMനെ സംബന്ധിച്ച് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല, ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഓഫർ മമത മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് മമതയുമായി തള്ളിക്കളയാൻ കോൺഗ്രസിന് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കഴിയില്ല. ബംഗാളിലെ കോൺഗ്രസ്സുകാർക്ക് സ്വാഭാവികമായും മമതയുമായി ചേരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിന് ഒരു തടസ്സമായി നിൽക്കുന്നത് CPM ആണ്. അവിടെ CPMനെ കൂടി ഒന്ന് വെട്ടിലാക്കുക, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാവിനെ കാണിച്ചാൽ കേരളത്തിലടക്കം CPMന് അത് പ്രയാസമുണ്ടാക്കും. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയാണോ നിങ്ങൾ മത്സരിക്കുന്നുള്ള ചോദ്യം, ആ തന്ത്രങ്ങളെല്ലാം കൂടി ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കത് വിശദീകരിക്കാം എന്നതിനപ്പുറത്തേക്ക് അതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. എന്തായാലും രാഷ്ട്രീയത്തിലേറെ അനുഭവ സമ്പത്തുള്ള നേതാവാണ് മമതാ ബാനർജി എന്ന് നമുക്കറിയാം. ഈ പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിൽ നിന്ന് ഉദയം കൊണ്ട ആ സംസ്ഥാനത്തിന്റെ ഭരണത്തിലേക്കേറി മുഖ്യമന്ത്രിയായ ആൾ കൂടിയാണ് മമതാ ബാനർജി. അതുകൊണ്ട് തന്നെ മമത എന്താണ് മുന്നിൽ കാണുന്നത് എന്നത് മമതയുടെ മനസ്സിലിരിപ്പാണ്. പക്ഷേ നിരീക്ഷണങ്ങൾ പലതാണ്. തീർച്ചയായും ജാതി രാഷ്ട്രീയം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാർലമെന്റിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ പോലും ഉപരാഷ്ട്രപതിയെ അപമാനിച്ചിരിക്കുന്നു പ്രതിപക്ഷം എന്ന ആക്ഷേപം സർക്കാരും ഉന്നയിക്കുന്നുണ്ട്. അത്തരം ആക്ഷേപങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതെന്താണ് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.
അതായത് സിനഡ് നിർദ്ദേശിച്ച കുർബാനയ്ക്കെതിരെ ഉണ്ടാവുന്നു. മോദിയെ തളയ്ക്കാൻ ഖാർഗെയോ എന്നാണ് ഇലക്ഷൻ ചാനൽ പ്രധാനമായും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചില വിഷയങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഖാർഗെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് ഉയർത്തി കാണിക്കുമ്പോൾ അവിടെ ജാതി രാഷ്ട്രീയം ഉൾപ്പെടെ പ്രധാനപ്പെട്ടതായി മാറും എന്നുള്ളത്. അതെന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇപ്പോൾ പാർലമെന്റിലുണ്ടായിട്ടുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ടും ഈ ജാതി ഉയർന്നു വരുന്നു എന്നുള്ളത്. അതായത് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിലെ അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധം നടത്തുന്നത്. 143 പേരെയാണ് ഇതുവരെ സസ്പെൻഡ് ചെയ്തത്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പുറത്ത് തടിച്ചുകൂടിയുന്ന പ്രതിപക്ഷ അംഗങ്ങൾ, അതിൽ തന്നെ കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് സഭാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഉപരാഷ്ട്രപതിയെ അപമാനിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം അനുകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം ഇത്തരത്തിൽ അനുകരിക്കുന്നത്. ഈ അനുകരണത്തിന്റെ ദൃശ്യങ്ങളടക്കം രാഹുൽ ഗാന്ധി റെക്കോർഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് വലിയ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട് ഭരണകക്ഷി എന്നുള്ളതാണ്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഉപരാഷ്ട്രപതിയെ വിളിച്ച് പിന്തുണ അറിയിക്കുന്നു. ഇത് അങ്ങേയറ്റം മോശം പ്രവൃത്തി എന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി തന്നെ, ദ്രൗപദി മുർമു തന്നെ പ്രതികരിച്ച സാഹചര്യമുണ്ടാകുന്നു. ഭരണപക്ഷ അംഗങ്ങൾ അടക്കം സഭയിൽ ഇത് വലിയ വിഷയമായി ഉന്നയിക്കുന്നു. കിരൺ, ഈ വിഷയത്തിലും ഉപരാഷ്ട്രപതി പറയുന്നത് താൻ ഒരു കാർഷിക കുടുംബത്തിൽ നിന്ന് വന്നതാണ്, താൻ ഒരു വിഭാഗത്തിൽ നിന്നുള്ള ജാട്ടു വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്, അങ്ങനെ അതിനപ്പുറത്തൊരു പ്രധാനപ്പെട്ട പദവിയാണ് താൻ വഹിക്കുന്നത്, അതിനെയെല്ലാം പരിഹസിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പോലും ആ പദവി വഹിക്കുന്ന ആളിൻ്റെ ജാതിയും പ്രധാനപ്പെട്ടതാണ്. അഭിലാഷ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ മണ്ഡൽ കാലത്തിന് ശേഷം ഏറ്റവും സജീവമായ രീതിയിൽ കാസ്റ്റ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഏറ്റവും ഫലപ്രദമായി പ്രയോഗിക്കുവാനും അതിൻ്റെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഇന്ന് അവിടെ നടന്നത്, അവിടെ അദ്ദേഹം ഒരു മിമിക്രി കാണിച്ചാണ്. ഇപ്പോൾ ജഗദീപ് ധൻഖറിനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ പോലെ അനുകരിച്ച് കാണിച്ചത് മാത്രമാണ്. അതിനെ ഏതെങ്കിലും തരത്തിൽ ഒരാൾക്ക് അപമാനമായി തോന്നേണ്ട ഒന്നുമില്ല. അതൊരു മോക്ക് പാർലമെന്റ് ആയിരുന്നു അവിടെ നടന്നത്. പാർലമെന്റിൽ നടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ പാർലമെന്റ് കല്യാൺ ബാനർജി തന്നെ പറയുകയും പറഞ്ഞത് 95 ലോക്സഭയിൽ നടക്കുന്ന 95 എംപിമാരെ ആണ് സസ്പെൻഡ് ചെയ്തത്. അതിനിടയിലാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഇന്ത്യൻ ശിക്ഷാ നിയമം IPCയും എല്ലാം അടക്കം 3 പ്രധാനപ്പെട്ട ശിക്ഷാ നിയമങ്ങളും അതിന്റെ ബില്ലുകൾ പാസ്സാക്കി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നത്. ഏകദേശം 150ഓളം 2 സഭകളിൽ നിന്ന് എംപിമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തി. അവിടെ എന്നിട്ട് 143 എംപിമാരെ പുറത്തു നിർത്തിയിട്ടാണ് അവിടെ എല്ലാം ബില്ലുകൾ. അത് മാത്രമല്ല, ഈ ജയറാം രമേശ് ഇതേ മിമിക്രി തന്നെ, അനുകരണം തന്നെ പ്രധാനമന്ത്രി സഭയ്ക്കുള്ളിൽ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വിട്ടിട്ടുണ്ട്. അത് തന്നെയാണ് അഭിലാഷ്. എന്നുവെച്ചാൽ സാധാരണഗതിയിൽ ആര് ചിന്തിച്ചു നോക്കിയാലും ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു ജാതീയമായ പരാമർശമോ അല്ലെങ്കിൽ സ്ഥാനത്തോടുള്ള ഒരു അനാദരവോ വാക്കുകൾ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് എത്രയോ വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ നടത്തുന്നു. അദ്ദേഹത്തെ ഒന്ന് അനുകരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും കാണാൻ കൗതുകത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കണം എന്നതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ അവിടെയും വളരെ കൃത്യമായ അദ്ദേഹം ഉപരാഷ്ട്രപതിയെ പോലെ ആളാണെന്ന് ആലോചിക്കണം. സാധാരണഗതിയിൽ അങ്ങനെ രാജ്യസഭാ അധ്യക്ഷൻ ഈ തരത്തിലേക്കുള്ള പ്രതികരണത്തിലേക്ക്, പൊളിറ്റിക്കൽ പ്രതികരണത്തിലേക്ക് വരാറില്ല. പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ വരുമ്പോഴും ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയും അത്തരം പൊളിറ്റിക്കൽ പ്രതികരണത്തിലേക്ക് വരാറില്ല. അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ എക്സിൽ അദ്ദേഹം കുറിച്ച് തന്നെ തൻ ഒരു കർഷക പശ്ചാത്തലവും തൻ്റെ ജാതി പശ്ചാത്തലവും ആണ് നോക്കിയാണ് ഇവർ പരിഹസിച്ചത് എന്നുള്ളതാണ്. ജാട്ട് വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ്, അതുകൊണ്ട് ജാട്ടുകളെ അത് ആണ് ഈ തരത്തിലേക്ക് അപമാനിക്കുന്നത് എന്നതിലേക്ക് വരുന്നു. ഇതാണ് പറഞ്ഞത്. OBC പൊളിറ്റിക്സ് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഏതെല്ലാം ജാതി വിഭാഗങ്ങളെ അതിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൊണ്ടുവന്നു. ഇപ്പോൾ ജാട്ടുകളുടെ ഭാഗത്ത് ഹരിയാനയിൽ പ്രതിഷേധമടക്കമുണ്ടായി. അവിടെ BJP അനുകൂലിക്കുന്ന ജാട്ട് വിഭാഗങ്ങളൊക്കെ അവിടെ പ്രതിഷേധിച്ചു. അങ്ങനെ ജാട്ട് വിഭാഗത്തെയാണ് നിങ്ങൾ അപമാനിച്ചത്, വിശാലമായ അർത്ഥത്തിൽ കർഷകരെ ആകെ അപമാനിക്കുന്നതാണ് ഇത് കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അതെങ്ങനെയാണ് കർഷകരെ അപമാനിക്കുന്നതെന്ന് സാധാരണഗതിയിൽ ആർക്കും മനസ്സിലാവുന്നതല്ല. ഈ നരേന്ദ്രമോദി തന്നെ ഇതിനേക്കാൾ നല്ല രീതിയിൽ മിമിക്രി, കുറെ കൂടി നല്ല രീതിയിൽ അദ്ദേഹം മിമിക്രി സഭയ്ക്കുള്ളിൽ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യമാണ് ജയറാം രമേശ് പുറത്തുവിട്ടത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതേ വിഷയം തന്നെയാണ്. ഈ ദളിത് പ്രധാനമന്ത്രി എന്നുള്ള സ്ഥാനം ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ മറുഭാഗത്ത് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ അവിടെയെല്ലാം കൃത്യമായ ജാതി ഇക്വേഷനുകൾ പാലിക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഫസ്റ്റ് ടൈമിലെ MLA പോലും മുഖ്യമന്ത്രിയാക്കുന്നു. അല്ലെങ്കിൽ ഇതുവരെയും ഈ 3 സംസ്ഥാനങ്ങളിലും BJP
നമ്മൾ ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എവിടെയും പ്രധാനപ്പെട്ട ഫ്രണ്ട് റണ്ണേഴ്സായി നിന്ന ആരെയല്ല മുഖ്യമന്ത്രി, എല്ലാവരും 60 ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഒരാളെ സംസ്ഥാനം, രാജസ്ഥാൻ പോലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാക്കുകയാണ്. മറ്റുള്ളവരൊക്കെ ആലോചിച്ചാലും അവരൊക്കെ മറ്റ് പ്രധാനപ്പെട്ട ഒരു 10-20 ലീഡർമാരെ മാറ്റി നിർത്തിയിട്ടാണ്, 20 അല്ല, സീനോട്ട് കണക്ക് കൂട്ടിയാൽ പലയിടത്തും അതിലും മേലെയുള്ള ലീഡർമാരെ അവരെല്ലാം മാറ്റി നിർത്തിയിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ആ ഒരു ജാതി ഇക്വേഷനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ BJP ആയാലും ഉപയോഗിക്കുന്നത്, പ്രതിരോധിക്കാനായി കോൺഗ്രസ് ഉപയോഗിക്കുന്നത്, മറ്റു പാർട്ടികളും ഉപയോഗിക്കുന്നത്. അതിന്റെ ഫലമാണ് ഇന്നത്തെ ഈ മിമിക്രിയെ പോലും ആ തരത്തിലേക്ക് ഒരു വിവാദമാക്കിയൊക്കെ മാറ്റാനുള്ള ശ്രമം. തീർച്ചയായും. അതായത് മല്ലികാർജുൻ ഖാർഗെയെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ പ്രതിപക്ഷ ഐക്യനിര ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ചാൽ അതിൽ വർക്കൗട്ട് ആകുന്ന അല്ലെങ്കിൽ സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പുകളിൽ എന്ത് ഫോർമുലയാണ് വർക്കൗട്ട് ആകാറുള്ളത് എന്നതാണ് നമുക്ക് ഇനി പരിശോധിക്കേണ്ടി വരുന്നത്. ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഇപ്പോൾ കോൺഗ്രസ് തന്നെ മുന്നോട്ട് വെക്കുന്നത് OBC രാഷ്ട്രീയം എന്നതാണ്. OBCയും ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ഇത് തന്നെയാണ് ഇന്ത്യൻ ജനത എന്ന് പറയുന്നതിൽ ഏറ്റവും അധികമുള്ളത്. ഈ ജനതയാണ് യഥാർത്ഥത്തിൽ ആരാണ് ഇന്ത്യ ഭരിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ആ രാഷ്ട്രീയം പറയുമ്പോൾ നമുക്ക് ചില ഡേറ്റകൾ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്, ഇപ്പോഴും എടുത്തു പറയേണ്ടത്, വളരെ കൃത്യമായൊരു സെൻസസ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടില്ല എന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ തന്നെ 2011 സെൻസസും അതോടൊപ്പം തന്നെ 2015-16 കാലഘട്ടത്തിൽ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, ഈ 2 സർവേകളുടെ ഡേറ്റകൾ ആണ് പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ 2011 ഡേറ്റകളിൽ OBCയുടെ ഡേറ്റ നമുക്ക് ലഭ്യമാകുന്നില്ല. അങ്ങനെ ഒരു ഡേറ്റ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നത് ഇന്ത്യയുടെ ജനസംഖ്യയുടെ 16.63% എന്നുള്ളതാണ്. ഷെഡ്യൂൾഡ് ട്രൈബ് എന്നത് 8.6. പക്ഷേ NFHS നടത്തിയിട്ടുള്ള പഠനത്തിൽ അല്ലെങ്കിൽ സർവേയിൽ അത്തരത്തിലല്ല. 42% എന്നതാണ് OBC, 20% എന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ST വിഭാഗം എന്നത് 9.2% എന്നതാണ്. ഈ കണക്ക് അല്ലെങ്കിൽ ഈ കരുത്ത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് കിരൺ? അഭിലാഷ്, ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കണക്കുകൾ എന്ന് പറയുന്നത്. അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് OBCയുടെ കണക്ക് ഇപ്പോഴും കൃത്യമായി 1931 കണക്കാണ് ഇപ്പോഴും ആധികാരികമായി, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് 90 വർഷത്തിന് മുമ്പുള്ള കണക്ക് മാത്രമാണ് നമ്മുടെ ആധികാരികമായിട്ടുള്ളത്. അതിനുശേഷം കണക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്, പലപ്പോഴും അത് സർക്കാരുകളൊന്നും ആധികാരികമായി പുറത്തുവിട്ടിട്ടില്ല. സെൻസസിലെ കണക്കുകൾ പോലും വ്യത്യാസമുണ്ട് എന്ന് കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ NFHSന്റെ 2015-16 എടുത്ത കണക്കുകൾ. അവിടെയെല്ലാം SC/ST വിഭാഗത്തിന്റെ SC വിഭാഗത്തിന് 16.63 ആണെങ്കിൽ അത് സെൻസസ് ജാതിക്ക് വേണ്ടി എടുത്ത കണക്ക്, സെൻസസിന്റെ ഭാഗമായി എടുത്ത കണക്കുകളും അല്ലെങ്കിൽ വീട്ടിലെ ആരോഗ്യസ്ഥിതിയും ബാക്കിയുള്ള സ്ഥിതികൾക്ക് വേണ്ടി എടുത്ത സർവേ വന്നപ്പോൾ 20.6%-ലേക്ക് 4% വ്യത്യാസം അവിടെ ഉണ്ടായിരിക്കുന്നു. ST വിഭാഗത്തിലും ഏകദേശം 2% വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. ആകെ ഒരു 42% എന്നാണ് അതിനിൽ പറയുന്നത് OBC വിഭാഗത്തിൻ്റെത്. എങ്ങനെ കണക്കൂട്ടിയാലും 42 കണക്കൂട്ടിയാൽ തന്നെ 40 + 20 + 10, അപ്പോൾ 70+ ആണ്. അത് 52 വരെ OBC വിഭാഗം എന്നുള്ളതാണ് മറ്റ് ചില അനൗദ്യോഗിക കണക്കുകളൊക്കെ ഈ നേരത്തെയൊക്കെ കോൺഗ്രസിന്റെ കാലത്തെടുത്തതും BJPയുടെ കാലത്തെടുത്തതുമായ പുറത്തുവിടാത്ത കണക്കുകൾ അനുസരിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 80% ഇന്ത്യയിലെ 80% ജനങ്ങളിൽ 100-ൽ 80 പേരും പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്നവരോ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരോ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരോ ആണ്. അത്തരമൊരു രാഷ്ട്രീയത്തിന്റെ കണക്കുകൾ BJPയുടെ കയ്യിൽ ഉള്ളത് കൊണ്ടുകൂടിയാണ് BJP ഇത്തവണ വളരെ കൃത്യമായി ഈ പ്രധാന നേതാക്കളെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാനെ പോലെയും അല്ലെങ്കിൽ വസുന്ധരരാജയെ പോലെയും ഉള്ള നേതാവ് രമൺ സിംഗിനെ പോലുള്ള 3 പ്രധാനപ്പെട്ട തലപ്പൊക്കമുള്ള നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ജാതി കണക്ക് അത് മാത്രം യോഗ്യതയാക്കി എടുത്തുകൊണ്ട് അവർ കൃത്യമായി മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിമാരെയും ഒക്കെ തീരുമാനിക്കുന്നത്. കോൺഗ്രസ് കാണുന്ന ഈ ജാതി സെൻസസ് എന്ന് പറയുന്നതിന്റെ അത് കോൺഗ്രസിന് പലപ്പോഴും ഒരു മുദ്രാവാക്യം പലപ്പോഴും കോൺഗ്രസിന് പറയാൻ കഴിയാതെ പോകുന്ന അങ്ങനെയാണ്. നിങ്ങൾ ജാതി സെൻസസ് എന്ന് പറയുന്നെങ്കിൽ അത് ഉറച്ചു പറയാൻ കഴിയണം. കോൺഗ്രസിന് എപ്പോഴും അതും പറയും. മറ്റു സ്ഥലങ്ങളിൽ മധ്യപ്രദേശിൽ വന്നപ്പോൾ ജാതി സെൻസസ് പറയാതെ മറ്റു ചില കാര്യങ്ങൾ ഹിന്ദുത്വത്തിലേക്ക് പറയുക. അവർക്ക് ഒരു കാര്യത്തിലും പലപ്പോഴും കോൺഗ്രസ് ഉണ്ടാകുന്ന ഒരു വിഷയം, കോൺഗ്രസിന് ഏതെങ്കിലും ഒരു അജണ്ട എടുത്ത് BJPയുടെ ഒരു പ്രത്യേകത, BJP കൊള്ളണ്ട അജണ്ടയാക്കി ഹിന്ദുത്വ അജണ്ട എടുക്കുകയാണെങ്കിൽ ഹിന്ദുത്വ അജണ്ടയിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അവർ അതിനെ എന്തെല്ലാം എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പോകും. കോൺഗ്രസിന് പലപ്പോഴും ചെയ്യാൻ കഴിയാതെ പോകുന്നത് അവർക്ക് എവിടെയാണ് ബേസ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അജണ്ടയിലേക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇന്നിപ്പോൾ RSSന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ അനുകൂലമായിട്ട് പറഞ്ഞ
RSSന്റെ ഭാഗത്തു നിന്നടക്കം OBC സെൻസസ് അത് രാജ്യത്തിന്റെ ജാതീയമായ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അതിന്റെ ഒരു അപകടം RSS തിരിച്ചറിയുന്നു, അതിന്റെ ഒരു അപകടം BJP തിരിച്ചറിയുന്നു. ആ തരത്തിലേക്ക് ഓൾ ഹിന്ദുത്വ എന്ന് പറയുന്ന അജണ്ടയിൽ നിന്ന് ഈ പറയുന്ന 70-80% വരുന്ന ജനത മാറിപ്പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ദളിത് പ്രധാനമന്ത്രി വരുന്നുവെന്ന് ഖാർഗെയെ കുറിച്ച് പറഞ്ഞാൽ ഈ പറയുന്ന 30% വരുന്ന ദളിത് വിഭാഗങ്ങളാണ്. ഈ ദളിത് വിഭാഗത്തിന്റെ ഒരു ഐക്യം ഉണ്ടാവുകയാണ്. ഒരു ദളിത് പ്രധാനമന്ത്രി, ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ദളിത് പ്രധാനമന്ത്രി വരുന്നു. അങ്ങനെ ഒരു ഐക്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഒരു പകുതി ഭാഗം അടർന്നു പോയാൽ പോലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ചിലപ്പോൾ മമതയെ അടക്കം കോൺഗ്രസ് മുൻകൂട്ടി വെക്കുന്നതും കോൺഗ്രസ് ഖാർഗെ പറയുമ്പോൾ ഒരു എതിർപ്പ് ഉയർത്താതിരിക്കുന്നതിന്റെയും ചിലപ്പോൾ ഒരു കാരണം ഇതാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഇത്തരത്തിൽ കോൺഗ്രസ് ഈ OBC വിഭാഗവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പലയാവർത്തി ചർച്ച ചെയ്ത ഒന്നാണ്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി സഭയിൽ നടത്തിയ പരാമർശം, സെക്രട്ടറിമാരിൽ എത്ര പേർ ഈ പിന്നാക്ക വിഭാഗത്തിൽ നിന്നുണ്ട് എന്ന ചോദ്യം പ്രധാനമായും രാഹുൽ ഗാന്ധി സഭയിൽ തന്നെ ഉന്നയിച്ച ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും നമുക്ക് ഈ ഡേറ്റകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തുമ്പോൾ ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ, അതായത് 2011 ഡേറ്റകൾ പ്രകാരമുള്ള വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതിൽ 16.63% പട്ടികജാതിയിൽപ്പെട്ടവർ ഉണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ മിസോറാമിലെ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തതാണ്. മിസോറാം എന്ന ആ സംസ്ഥാനത്ത് തന്നെ പരിശോധിച്ചാൽ 90% പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഉള്ളത്. അങ്ങനെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ ചില സംസ്ഥാനങ്ങൾ കൂടുതൽ മുന്നിൽ നിൽക്കുന്നുണ്ടാകാം. പക്ഷേ ഈ ജനസംഖ്യയിലേക്ക് വരുമ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ആണ് മുന്നിട്ട് നിൽക്കുന്നത് അതിൽ തർക്കമില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ ആണ്. 4.1 കോടി ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അത് ഫുൾ സ്ക്രീനിലേക്ക് ഡേറ്റ വരുമ്പോൾ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. തൊട്ടു പിന്നിൽ ബംഗാളാണ് 2.1 കോടി, ബീഹാർ 1.7 കോടി, തമിഴ്നാട് 1.4 കോടി എന്നിങ്ങനെയാണ് ആദ്യത്തെ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. തൊട്ടു പിന്നാലെയുള്ള സംസ്ഥാനങ്ങളുടെ ഡേറ്റകൾ കൂടി നമുക്ക് പരിശോധിക്കാം. അത് ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. ആന്ധ്രാപ്രദേശിൽ 1.4 കോടി. അങ്ങനെ കർണാടകത്തിലേക്ക് എത്തുമ്പോൾ അത് 1 കോടി എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, ഏറ്റവും കൂടുതൽ ദളിത് വിഭാഗങ്ങളുള്ള, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉള്ള വിഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ ഡേറ്റയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 8.6% വരുന്ന വിഭാഗം അവിടെയുണ്ട്. ഇതിൽ ഈ ഷെഡ്യൂൾഡ് ട്രൈബുമായി ബന്ധപ്പെട്ട ഡേറ്റകളിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് കിരൺ, ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ആ വോട്ട് ബാങ്കുകൾ, ആ വോട്ടുകൾ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ കേന്ദ്രീകരിപ്പിക്കുക എന്നത് ഈ ഇന്ത്യ സഖ്യത്തിന് സാധ്യമാകുന്ന ഒന്നാണോ? അഭിലാഷ്, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. നമ്മൾ ആ സംസ്ഥാനങ്ങളുടെ ഓരോ സംസ്ഥാനത്തിന്റെ കണക്കെടുത്തതിന്റെ റീസൺ തന്നെ അതുകൊണ്ടാണ്. UP സംബന്ധിച്ച് UPയിലാണ് ഏറ്റവും കൂടുതൽ SC വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. 4.1 കോടി ആളുകളാണ്. ഏകദേശം 5-1 പേർ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ SC വിഭാഗത്തിൽ മാത്രം പെടുന്ന, അവിടെ ST കുറവാണ്, SC വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് UPയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ വിഭാഗത്തിലാണ്. ഈ UPയിലെ ചതുഷ്കോണ മത്സരം UPയിൽ നടന്ന ഘട്ടത്തിലെല്ലാം തന്നെ മായാവതി വിജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ മായാവതിയുടെ ഈ ദളിത് വോട്ട് പ്ലസ് ബ്രാഹ്മൺ വോട്ട് എന്നുള്ള സമവാക്യമായിരുന്നു വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. മായാവതിയുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുകയും അവിടുത്തെ SP-ക്കുള്ള സ്വാധീനം കുറഞ്ഞു, കോൺഗ്രസിനുള്ള സ്വാധീനം വല്ലാതെ ദുർബലമായി. ആ സ്ഥാനത്തേക്ക് ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് ഉയർത്തിക്കൊണ്ട് BJP വലിയ തോതിൽ ഇടിച്ചു കയറി. ഇപ്പോഴും BJPക്ക് ആ തരത്തിലേക്ക് ഒരു മുന്നേറ്റം അടുത്ത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും BJPയുടെ സമ്പൂർണ്ണ ആധിപത്യം ഉത്തർപ്രദേശ് എന്ന 80 ലോക്സഭാ സീറ്റുകളുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തുണ്ടായി. ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് കേരളമോ കർണാടകയോ തമിഴ്നാടും ഒക്കെ കൂടെ ചേർന്നാൽ പോലും ഉത്തർപ്രദേശിനെ മറികടക്കാൻ കഴിയില്ല. അത്രത്തോളം സീറ്റുകളുള്ള 80 സീറ്റായി, അല്ലെങ്കിൽ ഈ 3 സംസ്ഥാനങ്ങൾ ചേർന്നാൽ മാത്രമേ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ മറികടക്കാൻ കഴിയും. 80 സീറ്റുകളുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ 4 കോടിയോളം വരുന്ന SC വിഭാഗത്തിലെ ആളുകളുള്ളത്. അവിടേക്ക് ഇപ്പോൾ മായാവതിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വോട്ട് ആ വിഭാഗത്തിനോട് SC വിഭാഗത്തിൽ നിന്ന് ഒരാൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഇളക്കം തട്ടാൻ ഉണ്ടായാൽ, അതിൻ്റെ പകുതി ശതമാനമെങ്കിലും ഇളകാൻ കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചും SP-യെ സംബന്ധിച്ചായാലും അത് നേട്ടമാണ്. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയെ വേണ്ട എന്ന് മമതാ ബാനർജി പറയുമ്പോൾ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ വേണ്ട എന്നുള്ള പരസ്യമായ അർത്ഥം, അത് ഖാർഗെ മുന്നോട്ട് വെക്കുമ്പോൾ SP-യുടെ പിന്തുണയും അഖിലേഷ്
അഖിലേഷിന്റെ പിന്തുണയും പൂർണ്ണമായിട്ടുണ്ട്. അഖിലേഷിനും UP യിൽ നിന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിനോട് അഖിലേഷിന് യോജിപ്പില്ല. അത് SP യുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. SP യെ സംബന്ധിച്ച് കോൺഗ്രസിനെ ദുർബലമായി നിൽക്കുന്നത് തന്നെയാണ് SP യെ സംബന്ധിച്ച് നല്ലത്. അതുകൊണ്ട് അഖിലേഷിന്റെ പിന്തുണയും സ്വാഭാവികമായും മമതാ ബാനർജി കൊണ്ട് യഥാർത്ഥത്തിൽ മമത വളരെ തന്ത്രപരമായി ഈ പറഞ്ഞാൽ ഒരു ട്രാപ്പിൽ കൊണ്ട് കോൺഗ്രസിനെ പെടുത്തുകയായിരുന്നു. കോൺഗ്രസിന് ഒന്നും പറയാൻ കഴിയില്ല. പ്രധാന ഒരു നേതാവിനെയും അവരുടെ അതേ അജണ്ട തന്നെ മുന്നോട്ട് വെക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ നമ്മൾ രണ്ടാമതെടുത്ത സംസ്ഥാനം ബംഗാളാണ്. ബംഗാളിനെ സംബന്ധിച്ചും 40 ലോക്സഭാ സീറ്റുള്ള മണ്ഡല സ്ഥലമാണ്. മറ്റൊന്ന് ബീഹാറാണ്. ബീഹാറിനെ സംബന്ധിച്ചും 40 ലോക്സഭാ സീറ്റുള്ള സ്ഥലമാണ്. മറ്റൊന്ന് തമിഴ്നാടാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചും ഈ പറയുന്ന പോലെ 39 ലോക്സഭാ സീറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ 80 ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിലും 40 ലോക്സഭാ സീറ്റുകൾ വീതമുള്ള ബംഗാളിലും ബീഹാറിലും 39 ലോക്സഭാ സീറ്റുള്ള തമിഴ്നാടും എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 120 സീറ്റുകൾ. ഈ 120 സീറ്റുകളിലെ ഉള്ള സ്ഥലങ്ങളിൽ ഒരു SC കോർഡിനേഷൻ, ദളിത് കോർഡിനേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഫലത്തെ മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ള ഒരു ജാതീയ ഇക്വേഷൻ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇതുവഴി അവർ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാം എങ്ങനെ നടപ്പാകില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് അത് പ്രാക്ടിക്കൽ ഇഷ്യൂ മാത്രമാണ്. അത് എങ്ങനെയാണ് ഒരു പാർട്ടിയും നടപ്പാക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്തായാലും ഇനി ഷെഡ്യൂൾഡ് ട്രൈബ് ആണ്, പട്ടികവർഗ വിഭാഗത്തിന്റെ കരുത്ത് എത്രത്തോളം എന്നതാണ് പരിശോധിക്കേണ്ടത്. അത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. 8.6 മുതൽ ആണ് പരിശോധിക്കപ്പെടേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ജനസംഖ്യ എന്നത് ഏതാണ്ട് 10 കോടിയിലധികം ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട വിഭാഗങ്ങളുണ്ട്. മധ്യപ്രദേശാണ് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. മഹാരാഷ്ട്ര തൊട്ടുപിന്നിൽ, ഒറീസ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് രാജസ്ഥാൻ, ഗുജറാത്ത്, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളാണ്. പ്രേക്ഷകരെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒന്ന്, ഇതിൽ തന്നെ ഛത്തീസ്ഗഡും ഝാർഖണ്ഡും ഒക്കെ പോലെയുള്ള സംസ്ഥാനത്ത് ആകെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനം പെർസെൻറ്റേജ് പരിശോധിക്കുമ്പോൾ കൂടുതലാകും. പക്ഷേ അവിടെയൊക്കെ ജനസംഖ്യ കുറവാണ് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ പലപ്പോഴും ഈ പെർസെൻറ്റേജ് കുറവുള്ള സംസ്ഥാനങ്ങളിൽ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടി വരുന്നത്. കിരൺ, അഭിലാഷ, ഇത് ഈ കണക്കിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം വ്യക്തമാവും. ഈ 10 കോടിയോളം വരുന്ന ജനത ST വിഭാഗത്തിൽ വരുന്നു. 20 കോടിയോളം വരുന്ന ജനത ST വിഭാഗത്തിൽ വരുന്നു. 30 കോടി ആളുകളാണുള്ളത്. ആ 30 കോടി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഈ ദളിത് വിഭാഗത്തിൻ്റെ ഒരു മഹാഭൂരിപക്ഷം പേരും ഒരു കാലത്ത് കോൺഗ്രസിന് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പിന്തുണ നൽകിയിരുന്ന ഒരു വിഭാഗമാണ്. അവിടെ നിന്നാണ് ഉത്തരേന്ത്യയിൽ ഈ ദളിത് പാർട്ടികൾ ഉണ്ട്. മായാവതിയുടെ ഉദയം വരുന്നു. കാൻഷിറാമിൻ്റെ തൊട്ട കാലം മുതലുണ്ടാകുന്ന ഉദയം വരുന്നു. ബീഹാറിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന ജഗ്ജീവൻ റാം, പഴയ ലോക്സഭാ സ്പീക്കർ മീരാകുമാറിൻ്റെ അച്ഛൻ ആയിരുന്ന ആൾ, പ്രധാനമന്ത്രി സ്ഥാനത്തേക്കൊക്കെ അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ പേര് വരികയും ഒക്കെ പിന്നീട് മാറിപ്പോവുകയും ഉപപ്രധാനമന്ത്രി ആവുകയും ഒക്കെ ചെയ്ത ആളാണ് ജഗ്ജീവൻ റാം. ജഗ്ജീവൻ റാം അവസാന ഘട്ടത്തിൽ കോൺഗ്രസുമായി തെറ്റുന്നു, സ്വന്തം പാർട്ടി ജനതാ പാർട്ടിയിൽ പോകുന്നു. അതിനുശേഷം പിന്നീട് സ്വന്തം പാർട്ടി ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിലെല്ലാം അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോവുകയും വ്യത്യസ്ത പാർട്ടികൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നു. ബീഹാറിലാണെങ്കിൽ രാംവിലാസ് പാസ്വാൻ നേതൃത്വത്തിൽ വരുന്നു. പാസ്വാൻ വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കുന്നു. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് അത്തരം വോട്ട് ബാങ്കുകളിലേക്കെല്ലാം കടന്നു കയറി. മധ്യപ്രദേശ് നമ്മൾ എടുത്തപ്പോൾ ഇത്തവണ പറഞ്ഞു, മധ്യപ്രദേശിലെ BSPക്ക് സ്വാധീനമുണ്ടായ സ്ഥലത്താണ്. അവിടെയാണ് 2 ട്രൈബൽ പാർട്ടികൾ കൂടി ഇത്തവണ വന്നത്. അപ്പോൾ 2-3 ദളിത് വോട്ടുകൾ 3ആയി സ്പ്ലിറ്റ് ചെയ്യാൻ കൃത്യമായി എങ്ങനെയാണ് BJP ഫലപ്രദമായ രീതിയിൽ കോൺഗ്രസിൽ നിന്ന് വോട്ട് മറ്റു പാർട്ടികളിലേക്ക് കൊണ്ടുവരിക, അതുവഴി BJPയിലേക്ക് തിരിച്ചെത്തിക്കുക, ആ ഇക്വേഷൻ നടപ്പാക്കിയെന്ന് കണക്ക് ചെയ്ത് നമ്മൾ ആ സമയത്ത് പറഞ്ഞാണ്. അത് വളരെ ഫലപ്രദമായി BJP നടപ്പാക്കി. അവിടെ 3 ട്രൈബൽ പാർട്ടി വരുന്നു. 2 ട്രൈബൽ പാർട്ടിയും ഒരു ദളിത് പാർട്ടിയും വരുമ്പോൾ അവരുടെ 3 സ്ഥലത്തേക്ക് ആ വോട്ടുകൾ ഛിന്നഭിന്നമായി പോകുന്നു. സ്വാഭാവികമായും അതിൻ്റെ നേട്ടം കൂടി BJPക്ക് ഉണ്ടാകുന്നു. ഇത്തരം ഒരു പൊളിറ്റിക്സിനെ പൊളിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമാണ് കോൺഗ്രസിനായാലും ഇന്ത്യ മുന്നണിക്കായാലും മുന്നിൽ പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നു. ഇത്തരത്തിലാണ് കണക്കുകളെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക്, പ്രധാനമന്ത്രി പദവിയിലേക്ക് ഒക്കെ ഉയർന്നു കേട്ടിട്ടുള്ള പേരുകൾ, ആ പദവിയിലേക്കൊക്കെ എത്തിയിട്ടുള്ള പേരുകൾ, വളരെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാർ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ആരൊക്കെ, ഇതുകൂടി വളരെ പെട്ടെന്ന് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ഇത് ശരിയായ അർത്ഥം. നമ്മൾ പോകുന്നത് ഇനി വീണ്ടും ഡേറ്റകളിലേക്ക് തന്നെയാണ്. അതായത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന്, ദളിത് വിഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട പദവികളിലേക്ക്, രാഷ്ട്രീയ പദവികളിലേക്ക് എത്തിയിട്ടുള്ള അംഗങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മലയാളികളുടെ അഭിമാനമായ KR നാരായണൻ തന്നെയാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ
പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായി, അതോടൊപ്പം തന്നെ കോൺഗ്രസിനോടൊപ്പം തന്നെ സഞ്ചരിക്കുകയും ചെയ്ത് ഒടുവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യത്തെ ദളിത് രാഷ്ട്രപതിയായ വ്യക്തിയാണ് മലയാളിയായ KR നാരായണൻ. ഒപ്പം രാംനാഥ് കോവിന്ദ് 2017 മുതൽ 2022 വരെ രാംനാഥ് കോവിന്ദ് ആയിരുന്നു. ഇതേ തരത്തിൽ തന്നെ BJPയുമായി ചേർത്ത് വയ്ക്കാവുന്ന രാഷ്ട്രീയ പശ്ചാത്തലം ആയിരുന്നു രാംനാഥ് കോവിന്ദിനുള്ളത് എങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. അത് പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ദളിത് വിഭാഗത്തിൽ എന്ന് മാത്രമല്ല, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് അഭിമാനകരമായി എടുത്തു പറയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതിമാരുടെ കണക്കുകൾ പരിശോധിച്ചാൽ രാഷ്ട്രപതി പദത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഉപരാഷ്ട്രപതി എന്ന നിലയിലേക്ക് എത്തിയത് KR നാരായണൻ തന്നെയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളികളുടെ അഭിമാനം തന്നെയായിരുന്നു. അതിനുശേഷമാണ് അടുത്ത ടേമിൽ ആണ് ഉപരാഷ്ട്രപതിയിൽ നിന്ന് രാഷ്ട്രപതിയിലേക്ക് മാറുന്നത്. ഒപ്പം ഉപപ്രധാനമന്ത്രി, നമ്മൾ ഈ എപ്പിസോഡ് ആരംഭിച്ചത് തന്നെ ജഗ്ജീവൻ റാം ിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായേക്കും, ആദ്യത്തെ ദളിത് പ്രധാനമന്ത്രിയായേക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പേരാണ്. എങ്കിലും അത് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിലേക്ക് വരാം കിരൺ. കാർഡിൽ ചെറിയ പ്രധാനമന്ത്രിയാണ്, കാർഡിൽ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഉപപ്രധാനമന്ത്രി എന്നുള്ളതാണ് ജഗ്ജീവൻ റാം ഉപപ്രധാനമന്ത്രിയായിട്ടായത്. നമ്മളതിനകത്ത് പ്രധാനമായി കണക്കുകൾ കാണേണ്ട ഒരു വിഷയം, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 97 എത്തേണ്ടി വന്നു ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന്, ഈ നമ്മൾ പറഞ്ഞ 30% വരുന്ന ജനതയെ പ്രതിനിധീകരിക്കുന്ന വിഭാഗത്തിൽ നിന്ന് ഒരാൾക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്താൻ. 92 കോൺഗ്രസ് ആണ് അത് ചെയ്തത്. ആദ്യം 92 കോൺഗ്രസ് ആണ് ഉപരാഷ്ട്രപതിയായി KR നാരായണനെ കൊണ്ടുവരുന്നത്. 97 അദ്ദേഹത്തെ രാഷ്ട്രപതി സ്ഥാനത്തേക്കും കൊണ്ടുവരുന്നു. പക്ഷേ കോൺഗ്രസ് അത് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസിന്റെ കയ്യിൽ പൂർണ്ണമായ അധികാരം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ എവിടെയും കോൺഗ്രസ് ഈ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ, അല്ലെങ്കിൽ ആ ഘട്ടങ്ങളിലെല്ലാം അധികാരം കൈയാളിരുന്നത് ചെറിയ ന്യൂനപക്ഷം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്ന് ആദ്യമായി ഒരാളെ കൊണ്ടുവന്നത് 97 രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരുന്നത്. അതിനുശേഷം ഏറ്റവും ഫലപ്രദമായ രീതിയിലേക്ക് കൊണ്ടുവന്നത് BJPയാണ്. BJPയെ സംബന്ധിച്ച് SC വിഭാഗത്തിൽ നിന്ന് രാംനാഥ് കോവിന്ദിനെ കൊണ്ടുവരണമെങ്കിൽ ST വിഭാഗത്തിൽ നിന്നടക്കം ഒരു ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയിൽ ആദ്യമായി ഒരു രാഷ്ട്രപതി സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് അത്തരം ഒരു പദവിയിലേക്ക്, ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് ഇന്ത്യയിൽ മറ്റാരെയും പേര് പറയാൻ തന്നെ ഇല്ല. ട്രൈബൽ വിഭാഗത്തിൽ SC വിഭാഗത്തിന് ലഭിച്ച പ്രാതിനിധ്യം പോലും ട്രൈബൽ വിഭാഗത്തിന് പലപ്പോഴും ലഭിച്ചിട്ടില്ല. അത്തരമൊരു പദവിയിലേക്ക് അടക്കം ദ്രൗപദി മുർമുവിനെ കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അത് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പലപ്പോഴും ഇത്തരം രാഷ്ട്രീയം ഉന്നയിക്കുന്നവരോടൊക്കെ മറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരെ കൊണ്ടുവന്നു എന്നുള്ള ചോദ്യം ചോദിക്കും. പക്ഷെ അതിന് കൃത്യമായ മറുപടി പറയാനാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി BJP കൃത്യമായി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിമാരായ ദളിത് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളവരുടെ പട്ടിക കൂടിയാണ്. ഫുൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർക്ക് വളരെ പെട്ടെന്ന് ആ പേരുകൾ മനസ്സിലാക്കാം. ദാമോദരൻ സഞ്ജീവയ്യ മുതൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആളുകൾ ആണ്, അംഗം ആണ്. ഒപ്പമുള്ള പേരിൽ എടുത്തു പറയേണ്ടത് മറ്റൊന്ന് മായാവതി ആണ്. മായാവതിയും ഇത്തരത്തിൽ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ ആൾ ആണ്. മാത്രവുമല്ല ഒരു വനിത എന്ന പ്രത്യേകതയുമുണ്ട്. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ അടക്കം നിരവധി ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തി. ഏറ്റവും ഒടുവിൽ ഛത്തീസ്ഗഡിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായി വിഷ്ണുദേവ് സായി അടക്കം BJP നിയമിക്കുമ്പോൾ അതിന് മുന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. അഭിലാഷ്, ഇതിനകത്ത് ഇത്രയും ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരെടുക്കുമ്പോൾ 9 പേരാണ് ആകെ ദളിത് വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. ഇന്ത്യയിലാകെ 100-200ഓളം മുഖ്യമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ 9 പേർക്ക് മാത്രമാണ് ആ തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരായിട്ട് നമുക്ക് പലപ്പോഴും പറയാൻ കഴിയുന്നത്, സ്വന്തം നിലയിൽ വന്ന് വളർന്ന് പാർട്ടി കൊണ്ട് പിടിച്ചെടുത്ത ഒരു സംസ്ഥാനം പിടിച്ചെടുത്ത ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മായാവതിയാണ്. വനിതയാണ്. അങ്ങനെ ഒരു വനിത, ഒരു ദളിത് വിഭാഗത്തിൽ നിന്നൊരു വനിത സ്വന്തം അധ്വാനം കൊണ്ട് വരികയും മറ്റ് പല പ്രധാനപ്പെട്ട പാർട്ടികളിലൊക്കെ വന്നത് സുശീൽ കുമാർ ഷിൻഡെ പോലുള്ള ആൾ വന്നത് കോൺഗ്രസിന്റെ വലിയ സപ്പോർട്ടുണ്ട്. ഇത് മറ്റ് ആരുടെയും സപ്പോർട്ടില്ലാതെ ആണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, അതും ഉത്തർപ്രദേശ് പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. ആ തരത്തിൽ ഒരു ദളിത് മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രാഷ്ട്രീയത്തെ അതിനെ എങ്ങനെ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാം, ആ തരത്തിൽ ഒരു മുന്നേറ്റം നടത്തിയ ഒരു നേതാവ് ഇന്ത്യയിൽ എന്ന് പറയുന്നത് അത് മായാവതിയാണ്. മായാവതി വളരെ കൃത്യമായി തന്നെ സ്വന്തം പാർട്ടിയിലൂടെ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ എന്തായാലും ഒന്നിലേറെ മുഖ്യമന്ത്രിമാർ, ചെന്നൈ അവിടെ പഞ്ചാബിലുണ്ട്, ഛത്തീസ്ഗഡിൽ വിഷ്ണുസായി ഉണ്ട്, അങ്ങനെ ഒന്നിലേറെ മുഖ്യമന്ത്രിമാർ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട്. എന്തായാലും വർഷങ്ങൾക്ക് മുമ്പ് ഉഴവൂരിൽ നിന്നുള്ള ഒരു ദളിത് വിദ്യാർത്ഥി സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകൻ ചോദിച്ചു തന്റെ ആഗ്രഹം എന്തായിരുന്നുവെന്ന്. അന്ന് ആ വിദ്യാർത്ഥി പറഞ്ഞത് കൂട്ടുകാരൻ ബാബുവിന്റെ വീട്ടിലെ പട്ടിയാകണം എന്നായിരുന്നു. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്
ആ പട്ടിക്ക് വയറ് നിറച്ച് ഭക്ഷണം എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്, എനിക്കതെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതായിരുന്നു. അത് മറ്റാരുമല്ല, ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതി KR നാരായണൻ ആയിരുന്നു. അത്തരത്തിലുള്ള നാരായണന്മാർ ഇനിയും നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട്. അവർ വന്നു കഴിഞ്ഞിരിക്കുന്നു, ഇനിയും അത് തുടരേണ്ടതുണ്ട്. അതും രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഇലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി അല്ലെങ്കിൽ സംഘർഷം